ബി.ജെ.പി നേതാവ് ശ്രീ എം ടി രമേശ് ടെലിഫോണിലാണ്. ശ്രീ എം ടി രമേശ്, വലിയൊരു ആരോപണമാണ് CPM നേരിടുന്നത്. മുഖ്യമന്ത്രിയും ഇന്ന് സഭയിൽ ഏതാണ്ട് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് സംസ്ഥാനത്ത് എന്നും അത് നടപടി ഉണ്ടാകുമെന്നും പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിവരമുണ്ട് എന്നാണ്. ശ്രീ രമേശ്, പ്രമുഖനായിട്ടുള്ള ഒരു യുവജന നേതാവിനെതിരായിട്ടാണല്ലോ ആരോപണം വന്നിട്ടുള്ളത്. അദ്ദേഹം മന്ത്രി റിയാസിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളാണ്. നേരത്തെ മന്ത്രി ആവുന്നതിന് മുമ്പ് കോഴിക്കോട്ടെ CPM-നകത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ റിയാസിന്റെ കൂടെ നിന്നിട്ടുള്ള ചെറുപ്പക്കാരനാണ്. ഇപ്പോ മന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ആളാണ്. അയാൾക്കെതിരായിട്ടാണ് പരാതി വന്നിട്ടുള്ളത്. സ്വാഭാവികമായും മന്ത്രിക്ക് കൂടി റോൾ ഉണ്ടാവണമല്ലോ. മന്ത്രിയുടെ അറിവില്ലാതെ CPM-ന്റെ പ്രമുഖനായ നേതാവ് ഇങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പൊ ഇത് ഒരു വലിയ അഴിമതിയുടെ ഒരു ചെറിയ കാര്യം മാത്രമേ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളൂ. ഇതിപ്പോ ഒരാൾ തുറന്നു പറയാൻ തയ്യാറായത് കൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ അറിഞ്ഞത്. ഇങ്ങനെ എത്ര നിയമനങ്ങളിൽ ഇവർ പണം വാങ്ങിയിട്ടുണ്ടാകും. അപ്പൊ PSC നിയമനം എന്ന് പറയുന്നത് ഒരു വലിയ അഴിമതിയുടെ കേന്ദ്രമായിട്ട് മാറുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതാണ്. സത്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടന്നിട്ടുള്ള PSC നിയമനങ്ങളെ സംബന്ധിച്ചും PSC പരീക്ഷാ നടത്തിപ്പിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതാണ്. ആ അന്വേഷണം നടത്തിയാൽ വലിയ അഴിമതികളായിരിക്കും പുറത്തു വരിക. ശ്രീ എം ടി രമേശ്, ഈ PSC അംഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗവർണർ അടക്കം ചില നിലപാടുകൾ പ്രഖ്യാപിച്ചതാണ്. അതായത് ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്, സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, അവർക്ക് ലഭിക്കുന്ന ശമ്പളം, ജീവിതകാലം മുഴുവനുള്ള പെൻഷൻ, അങ്ങനെ കോടിക്കണക്കിന് രൂപ ഒരു അംഗമായി പുറത്തു പോകുമ്പോൾ ലഭ്യമാകുന്ന സ്ഥലമാണ്. അവിടെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് LDF-ന്റെ പലതും പേയ്മെന്റ് നിയമനമാണ് എന്ന്. ഇപ്പോൾ CPM തന്നെ പ്രതിക്കൂട്ടിലാവുകയാണ് എന്നുള്ളതല്ലേ ഗൗരവതരമായ സാഹചര്യം? PSC അംഗങ്ങളെ നിയമിക്കുന്ന രീതിയിൽ തന്നെ വലിയ വിവാദം ഉണ്ടായിട്ടുള്ളതാണ്. കാരണം PSC അംഗങ്ങളായിട്ട് നിയമിക്കേണ്ടത് വിവാദങ്ങൾക്ക് അതീതരായിട്ടുള്ള ആളുകളാണ്. പക്ഷെ കേരളത്തിൽ ക്രിമിനൽ കേസുകൾ പ്രതികളായിട്ടുള്ള ആളുകളെ വരെ PSC അംഗങ്ങളായിട്ട് നിയമിക്കുന്നു എന്ന് നേരത്തെ പരാതി വരികയും ഗവർണർ മുമ്പാകെ ഈ പരാതി എത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ചില ആൾക്കാരുടെ നിയമനം സംബന്ധിച്ചിടത്തോളം ഗവർണർ എതിരായിട്ട് നോട്ട് എഴുതിയതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ PSC അംഗങ്ങളായിട്ട് ഇത്തരം വിശ്വസ്തരായിട്ടുള്ള CPM-ന്റെ ആളുകളെ നിശ്ചയിക്കുന്നത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് PSC-യിൽ കരാർ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ആ കരാർ നിയമനങ്ങളെല്ലാം വിവിധ തസ്തികകളിലേക്ക്, വിവിധ വകുപ്പുകളിലേക്ക് PSC-യെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കരാർ നിയമനം നടക്കുന്നു. അതിൽ വലിയ കോഴകളാണ് ഉണ്ടാകുന്നത്. PSC തന്നെ പരീക്ഷ എഴുതി നടത്തിയിട്ടുള്ള ആളുകളെ നിയമിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പിൻവാതിലൂടെ നിയമനം നടക്കുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ CPM-ന്റെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ ഇതിൽ പങ്കുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ചെറിയൊരു കാര്യം മാത്രമാണ്. ഇത് വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയിലേക്കും കാര്യങ്ങൾ നീങ്ങുക. ഏതായാലും CPM, നന്ദി ശ്രീ എം ടി രമേശ്. ഏതായാലും CPM